ഏഡിയസ് അപ്പൊ മിസ് വന്നിരിക്കുന്ന ഒരു അടിപൊളി ബയോളജി ക്വസ്റ്റൻ ആയിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ഇത് 2 മാർക്കിനും ചോദിക്കാം, നിങ്ങളോട് 3 മാർക്കിനും വരെ ചോദിക്കാം. നമ്മുടെ വാക്സിൻസ് എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ? യെസ്, ഒബ്സർവ് ദ പോസ്റ്റർ ഡിസ്പ്ലേഡ് ഇൻ ദ പ്രൈമറി ഹെൽത്ത് സെന്റർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഹിയർ ഇസ് ദ പോസ്റ്റർ. ഓക്കെ, അപ്പോൾ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങൾ നമ്മുടെ ഹെൽത്ത് സെന്ററിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള കുറെ പോസ്റ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. യൂസ് വാക്സിൻ ആസ് എ വെപ്പൺ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡിസീസ് എന്നാണ് ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം, ഹൗ ഡു വാക്സിൻസ് ആക്ട് ആസ് എ വെപ്പൺ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡിസീസ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മുടെ വാക്സിൻസ് വെപ്പൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? എന്താണ് വാക്സിൻ ശരിക്കും നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞ് ചെയ്യുന്നത്? യെസ്, നമുക്ക് നോക്കാം. വാക്സിൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ആന്റിജൻ ആണ് അല്ലെ. അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബോഡി എന്ത് വിചാരിക്കും? അതൊരു പാത്തോജൻ ആണ് വന്നിരിക്കുന്നത് എന്ന് വിചാരിക്കും. സോ ദാറ്റ് ഇസ് ആൻ ആന്റിജൻ, ദാറ്റ് മീൻസ് എ ഫോറിൻ ബോഡി അല്ലെ. അപ്പൊ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പെട്ടെന്ന് സ്റ്റിമുലേറ്റഡ് ആയിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവും, സജ്ജമാവും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അല്ലെ. ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് ഈ ഒരു പെർട്ടിക്കുലർ ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ കാലാകാലങ്ങളോടും നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് വാക്സിനേഷൻസ് എടുക്കുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ള അളവിൽ വാക്സിനേഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാലത്തേക്ക്, ഈവൻ മന്ത്സ് ആവാം അല്ലെങ്കിൽ ഇയേഴ്സ് ആവാം, ചിലപ്പം ലൈഫ് ടൈം തന്നെ എന്താണ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു പെർട്ടിക്കുലർ ആന്റിബോഡീസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് വാക്സിനേഷൻസ് ഒക്കെ കൃത്യമായിട്ട് എടുക്കണം എന്ന് നമ്മളോട് പറയാറ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെച്ചോ, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ അൺടിൽ ദെൻ, താങ്ക് യു, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.